അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ ഉചിതമായിട്ടുള്ള ഒരു തലക്കെട്ട് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. 2011 സെൻസസിന് ശേഷമുള്ള, അതായത് 2012 മുതൽ 2023 വരെയുള്ള കേരളത്തിലെ പേറിന്റെ കണക്കെടുപ്പ്. അതിലൂടെ കേരളത്തിലെ ഹിന്ദുക്കൾ എത്ര, ക്രിസ്ത്യാനികൾ എത്ര, മുസ്ലിങ്ങൾ എത്ര എന്ന് നമുക്കൊന്ന് അറിയാം. നമസ്കാരം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു മുൻകൂർ ജാമ്യം. ഏത് വിഭാഗക്കാർ വേണേലും എത്ര വേണേലും പ്രസവിച്ചോളൂ, ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപവുമില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമുള്ള ഒരു ബോധവൽക്കരണം എന്നത് മാത്രമാണ്. കാരണം സർക്കാരായിട്ട് പ്രസവത്തിന് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ റിപ്പോർട്ട് സർക്കാരിന്റെ തന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. കുറച്ച് നാളുകൾക്ക് മുൻപ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് അത് വർഗീയ പരാമർശവുമായിരുന്നു. അതായത് ഒരു പ്രത്യേക വിഭാഗക്കാര് പെറ്റുകൂട്ടുന്നു എന്നതായിരുന്നു ആ ഒരു പ്രസ്താവന. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കേരള സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയ 2023 മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യ പുറത്തുവിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരേണല്ലോ. അപ്പോൾ ഒരു ബോധവൽക്കരണം ആയിക്കോട്ടെ എന്ന് കരുതി ഒരു സേവനം അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ചിലർക്ക് വർഗീയ പരാമർശമായിരുന്നു, മറ്റു ചിലർക്ക് വിവാദ പരാമർശമായിരുന്നു. ഇത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. കാരണം പലപ്പോഴും അദ്ദേഹം പിണറായിയുടെ പിണിയാളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കുഴലൂത്തുകാരനായിട്ടാണ് പല പ്രസ്താവനകളും നടത്താറ്. പക്ഷേ ഈ ഒരു പ്രസ്താവനയുടെ കാര്യത്തിൽ ഉപയോഗിച്ച ഭാഷ ശരിയല്ലെങ്കിൽ പോലും വെള്ളാപ്പള്ളിയുടെ ഭാഗത്താണ് ശരി എന്ന് തന്നെ പറയേണ്ടി വരും. വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ പോലും കൃത്യമായിട്ട് സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് എന്നതാണ് സത്യം. അതായത് എല്ലാ വർഷവും കേരള സർക്കാരിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതിന്റെ പേര് എന്ന് പറയുന്നത് ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് എന്നാണ്. അതില് ജനന മരണ കണക്കുകൾ കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തി പറയും. ഗ്രാഫുകളും ചാർട്ടുകളും ടേബിളുകളും എല്ലാം കാണിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സർക്കാരിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം എന്ന് തന്നെ അതിനെ പറയാം. പിണറായി മുക്കാൻ ശ്രമിക്കുന്ന ഈ റിപ്പോർട്ട് കേട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഞെട്ടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തികച്ചും വർഗീയമല്ലാത്ത സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിലേക്ക് നമുക്ക് പോവാം. അതിനു മുൻപ് ആദ്യം നിങ്ങൾ എല്ലാവരും ഈ കണക്കൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. അതായത് 2011 സെൻസസ് പ്രകാരമുള്ള ആ ഒരു കണക്ക്. അത് പ്രകാരം ഹിന്ദുക്കളുടെ എണ്ണം 1,82,82,492. അതായത് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 54.73%. മുസ്ലിം ജനസംഖ്യ 88,73,472. അതായത് 26.56%. ക്രിസ്ത്യൻ ജനസംഖ്യ 61,41,269. അതായത് 18.38%. ഇനി ഈ റിപ്പോർട്ടിലെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതായത് B14, B15, B15A എന്നീ ടേബിളുകൾ ഈ റൂറൽ അർബൻ മേഖലകളിലെ മതം തിരിച്ചുള്ള ജനനക്കണക്കുകളും മൊത്തത്തിലുള്ള ജനനക്കണക്കുകളുമാണ് കാണിക്കുന്നത്. കൂടാതെ ഓരോ പ്രസവവും ആ സ്ത്രീയുടെ എത്രാമത്തെ പ്രസവമാണ് എന്ന് കൂടി വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ കാരണം വെള്ളാപ്പള്ളി ഒരു പ്രത്യേക വിഭാഗക്കാര് പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞതാണല്ലോ വിവാദമായത്. അപ്പോ ജനിക്കുന്ന കുട്ടികൾ എത്രാമത്തെ കുട്ടികളാണ് എന്നുകൂടിയുള്ള കണക്ക് നമ്മൾ എടുക്കണമല്ലോ. സത്യത്തില് ഈ കണക്ക് പ്രകാരം കൃത്യമായിട്ട് മനസ്സിലാവുന്നത് 3, 4, 5 പ്രസവമൊക്കെ കഴിഞ്ഞപ്പോ 2 വിഭാഗക്കാര് അവശരായി. പക്ഷെ അവശരാവാത്തവരുണ്ട്. അപ്പോ എന്റെ 3 ദിവസത്തെ പണിയാണ് കേട്ടോ ഇത്. കാരണം 2012 മുതൽ 2023 വരെയുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചെടുക്കണമല്ലോ. അതായത് 12 വർഷത്തെ പേറിന്റെ കണക്കെടുപ്പ്. ഇതില് ഓരോ വിഭാഗത്തിന്റെയും ജനസംഖ്യ എങ്ങനെ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി 2012 കണക്ക് മാത്രം വിശദമായിട്ട് ഞാൻ അവതരിപ്പിക്കാം. അതില് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് മാത്രം നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ 3-ാമത്തെ മുതൽ 10-ാമത്തെയും 12-ാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് കണ്ടാല് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഞെട്ടും. ഞെട്ടിയാൽ മാത്രം പോരാ, ഭയപ്പെടുകയും വേണം. കാരണം ഇന്ത്യയിലെ കാര്യമെടുത്താല് കാശ്മീര്, ഇനി ലോകത്തിലെ കാര്യമെടുത്താല് UK നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ടല്ലോ. അതായത് 3-ാമത്തെ പ്രസവത്തിന്റെ കണക്ക് നോക്കിയാല് 54% ഹിന്ദുവിന്റെ അത്രയും തന്നെ 18% മാത്രമുള്ള ക്രിസ്ത്യാനികളും പ്രസവിച്ചിട്ടുണ്ട്. മാത്രമല്ല 26% മുസ്ലിങ്ങൾ പ്രസവിച്ചതോ
ഹിന്ദുവിനേക്കാൾ 2.5 മടങ്ങ് അധികം. ഇനി 4ാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ 1.5 മടങ്ങ് അധികം, മുസ്ലിങ്ങൾ 5.5 മടങ്ങ് അധികം. ഇനി 5ാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ 1.5 മടങ്ങ് അധികം, മുസ്ലിങ്ങൾ 6.5 മടങ്ങ് അധികം. ഇനി 6ാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ ഇരട്ടി, മുസ്ലിങ്ങൾ 6 മടങ്ങ് അധികം. ഇനി 7ാമത്തെ പ്രസവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ 3.5 മടങ്ങ് അധികം, മുസ്ലിങ്ങൾ 7 മടങ്ങ് അധികം. ഇനി 8ാമത്തെ പ്രസവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ 3 മടങ്ങ് അധികം, മുസ്ലിങ്ങൾ 5.5 മടങ്ങ് അധികം. ഇനി 9ാമത്തെ പ്രസവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ 3 മടങ്ങ് അധികം, മുസ്ലിങ്ങൾ 6 മടങ്ങ് അധികം. ഇനി 10ാമത്തെ പ്രസവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ 7 മടങ്ങ് അധികം, മുസ്ലിങ്ങൾ 21 മടങ്ങ് അധികം. പിന്നെ 2013, 2014, 2015 ഒക്കെ ആയപ്പോഴേക്കും ക്രിസ്ത്യാനികൾ 4ാമത്തെ മുതൽ 10ാമത്തെ വരെ പ്രസവങ്ങളുടെ കാര്യത്തിൽ ഹിന്ദുവിന് ഒപ്പമായിട്ട് കുറഞ്ഞു. പക്ഷേ ഈ കണക്ക് വിലയിരുത്തി കഴിഞ്ഞാല്, അതായത് 2012 മുതൽ 2023 വരെയുള്ള മൊത്തം കണക്ക് പ്രകാരം 3ാമത്തെ മുതലുള്ള പ്രസവങ്ങളിൽ 6 മുതൽ 9 മടങ്ങ് വരെ അധികം എന്നുള്ള കണക്ക് മുസ്ലിങ്ങൾ നിലനിർത്തി പോരുന്നുണ്ട്. ഇനി വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ജനനത്തിന്റെ കണക്കിൽ മാത്രമല്ല പ്രശ്നം, മരണത്തിന്റെ കണക്കിലുമുണ്ട് പ്രശ്നം. അതായത് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു കണക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതായത് 18% മാത്രമുള്ള ക്രിസ്ത്യാനികളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് 26% മുസ്ലിങ്ങളുടേതിനേക്കാൾ കൂടുതലാണ്. അതേപോലെ തന്നെ 26% മാത്രമുള്ള മുസ്ലിങ്ങളുടേതിനേക്കാൾ 3 മടങ്ങ് അധികമാണ് 54% ഹിന്ദുക്കളുടെ മരണനിരക്ക് എന്ന് പറയുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ മുസ്ലിങ്ങളുടേതിനേക്കാൾ 2 മടങ്ങ് മരണമേ സംഭവിക്കാൻ പാടുള്ളൂ ഹിന്ദുക്കൾക്ക്, പക്ഷെ 3 മടങ്ങ് അധികം മരണമുണ്ട്. അപ്പോ മരണത്തിന്റെ കാര്യത്തിലും ഹിന്ദുക്കൾ വളരെ മുന്നിലാണ് എന്ന് സാരം. പിന്നെ ജനനത്തിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ 2016 വരെയുള്ള റിപ്പോർട്ടുകളിൽ കൃത്യമായിട്ട് മൊത്തം ജനനത്തിന്റെ എത്ര ശതമാനം ഹിന്ദുക്കൾ, എത്ര ശതമാനം മുസ്ലിങ്ങൾ, എത്ര ശതമാനം ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു ചാർട്ട്, അതുപോലെ തന്നെ ഒരു ടേബിൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷെ പിണറായി ഭരണത്തിൽ കയറിയതിനു ശേഷം, അതായത് 2017 മുതൽ ഇന്ന് വരെയുള്ള റിപ്പോർട്ടിൽ ഈ ശതമാന കണക്ക് കാണിക്കുന്ന ആ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഇല്ലാതെയായി. അതായത് സാധാരണക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ചാർട്ട് പിണറായി മുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വോട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ഏതു മതവിഭാഗത്തെ പ്രീണിപ്പിക്കണം എന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാരെല്ലാം റിപ്പോർട്ട് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി ഭരണത്തിൽ കയറിയതിനു ശേഷം ഇങ്ങനെ ഒരു ചാർട്ട് ഇല്ലാതാക്കിയത്. ജനങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കരുതല്ലോ ഈ പെരുപ്പം എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് കണക്ക് കൂട്ടിയല്ലേ പറ്റൂ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്തിട്ട് ശതമാന കണക്ക് ഞാൻ തയ്യാറാക്കി ആ ടേബിളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഒരു വർഷം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണവും ആ മതത്തിൽപ്പെട്ടവരുടെ മരിക്കുന്നവരുടെ എണ്ണവും കിട്ടിക്കഴിഞ്ഞാല് ഒരു വർഷത്തില് ജനസംഖ്യ എത്ര വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമല്ലോ. അങ്ങനെ കണക്കുകൂട്ടി 2011 സെൻസസ് പ്രകാരമുള്ള കണക്ക് പ്ലസ് ഓരോ വർഷവും വർദ്ധിക്കുന്ന കണക്ക്, അത് പ്രകാരം വേറെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടിയുണ്ട്. അതായത് 2021 മുതൽ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തില്. അതായത് ജനനത്തെക്കാൾ കൂടുതൽ മരണം. അത് നിങ്ങൾക്ക് ഈ ടേബിൾ കണ്ടാൽ മനസ്സിലാവും. അത് കണക്ക് കൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കേരളത്തിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 1,87,89,232. മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 1,06,70,251. ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 63,71,286. അതായത് ഇപ്പോ കേരളത്തിലുള്ളത് 52% ഹിന്ദുക്കളും 30% മുസ്ലിങ്ങളും 17% ക്രിസ്ത്യാനികളും എന്ന് ചുരുക്കം. ഇനി മതപരിവർത്തനം, അതുപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ബംഗ്ലാദേശിൽ നിന്നടക്കം ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന്, അതായത് മനുഷ്യക്കടത്ത് നടത്തി റേഷൻ കാർഡും ആധാർ കാർഡും വോട്ടർ ഐഡിയും ഉണ്ടാക്കിക്കൊടുത്ത് വളർത്തിയെടുത്ത ഒരു ജനസംഖ്യയുണ്ട്. അതുകൂടി നോക്കുമ്പോൾ കൃത്യമായിട്ട് 30% മുകളിൽ ജനസംഖ്യ മുസ്ലിങ്ങളുടേത് കേരളത്തിലായി കഴിഞ്ഞു. അതായത് അവർ വിശ്വസിക്കുന്ന 30% എന്ന ആ മാജിക് നമ്പർ, അതാണ് നിലവിലെ കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾ കഴിഞ്ഞ 12 വർഷങ്ങൾ കൊണ്ട് വർദ്ധിപ്പിച്ച ജനസംഖ്യ 4%. അപ്പോ ഇനി ഒരു 24 വർഷം കൂടി കഴിയുമ്പോൾ, അതായത് 2023 നിന്ന് 2047 എത്തുമ്പോൾ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുമ്പോൾ 38% അതായിരിക്കും മുസ്ലിങ്ങളുടെ ജനസംഖ്യ. ഇനി ഹിന്ദുക്കളോ കഴിഞ്ഞ 12 വർഷം കൊണ്ട് 2% കുറഞ്ഞു, ക്രിസ്ത്യാനികൾ 1.5% കുറഞ്ഞു. ഇനി 30% എന്ന മാജിക് നമ്പർ ആയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ നന്ദി, നമസ്കാരം.